പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ ദിവസവും വാർത്തകൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ. ഓരോ ദിവസവും പുതിയ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും അയൽ രാജ്യങ്ങളുമായി ശത്രുതയുണ്ടാക്കുകയും ഒക്കെയാണ് നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അധികാരത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ കാനഡയോടും ഇന്തോനേഷ്യയോടും പോരാരംഭിച്ച ട്രംപ് പിന്നീട് ലോകത്തുള്ള പല രാജ്യങ്ങളോടും പലതരത്തിലുള്ള നടപടികളുമായി ഇറങ്ങി. ആ കൂട്ടത്തിൽ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്കെതിരെയും ട്രംപ് മുഖം തിരിച്ചു. അമേരിക്കയിൽ കുടിയേറി മികച്ച ജീവിതം സ്വപ്നം കണ്ടവർക്ക് ട്രംപിന്റെ തീരുമാനം കനത്ത തിരിച്ചടിയായി. എന്നാൽ ട്രംപ് വഴിമുടക്കിയ കുടിയേറ്റക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചൈന. പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ചൈന തുടങ്ങിക്കഴിഞ്ഞു. ചൈനയുടെ വിസ പദ്ധതിയിലൂടെയാണ് ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കായി ചൈന വാതിൽ തുറക്കുന്നത്. ഓരോ രംഗത്തെയും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനാണ് ചൈനയുടെ നീക്കം. ഇനി എന്താണ് വിസ പദ്ധതി എന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അഡ്വാൻസ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ആകർഷിക്കുന്നതിനാണ് ചൈനയുടെ പുതിയ വിസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൈനയുടെ നവീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് യുവ ആഗോള സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുക എന്നതാണ് വിസ പദ്ധതിയിലൂടെ ചൈന ലക്ഷ്യം വെക്കുന്നത്. AI, ബയോടെക്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അഡ്വാൻസ് മാനുഫാക്ചറിംഗ് എന്നിവയുൾപ്പെടെ സ്റ്റെം മേഖലകൾ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതിയുമായി ചൈന മുന്നോട്ടു പോകുന്നത്. ഇനി വിസ ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ബിരുദമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഇതിനുള്ള പ്രായപരിധി മുകളിൽ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 45 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാൾക്കും ചൈനയുടെ വിസ ലഭിക്കുമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒക്ടോബർ 1 മുതലാണ് ചൈന വിസ പദ്ധതിക്ക് തുടക്കം കുറിക്കുക. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത്. ഈ മേഖലകളിൽ US തുടരുന്ന മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കം എന്നതാണ് വിസ പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എക്കാലത്തും വിദേശികളുടെ വരവിനെ സംശയത്തോടെ വീക്ഷിക്കുകയും അല്പം അകറ്റി മാത്രം നിർത്തുകയും ചെയ്തിരുന്ന ചൈനയാണ് ഇപ്പോൾ വിദേശ കുടിയേറ്റക്കാരെ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. 2020 വരെ ഏകദേശം 10,000 സ്ഥിരതാമസ പെർമിറ്റുകളാണ് ചൈന നൽകിയിരുന്നത്. ഇനി ഉയർന്ന സംശയം ഇന്ത്യക്കാർക്ക് അവസരമുണ്ടോ എന്നതാണ്. തീർച്ചയായും ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. US-ന്റെ വിസാ നയങ്ങൾ ഏറെ ബാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ US-ലേക്കുള്ള ഏറ്റവും വലിയ തൊഴിൽ കയറ്റുമതി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നിന്ന് തന്നെയാണ്. ചൈനയുടെ പുതിയ നയം ടെക്നോളജി രംഗത്തെ വിദഗ്ധരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അടുത്തിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ വരും വർഷങ്ങളിൽ US-ലേക്ക് ഇന്ന് പോകുന്നത് പോലെ യുവാക്കൾ ചൈനയിലേക്ക് പോകുന്നതും സംഭവിച്ചേക്കാം.